ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സ്നേഹ സമ്പന്നരായ സഹോദരന്മാരെ, ഈ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ, ഇന്ന് നമ്മുടെ വിഷയം എന്തുകൊണ്ട് ഈമാൻ എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിഷയം ഉദ്ദേശിക്കപ്പെട്ടത് ഈമാനുള്ളവരെ വിളിച്ചാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാണെന്ന് അറിയിച്ചത്. പിന്നെ നോമ്പെടുക്കുന്നത് ഈമാനിന് വേണ്ടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയും ചെയ്തു. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, വിശ്വാസികളെ എന്ന് വിളിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുതിബ അലൈക്കും അസ്സിയാം, നിങ്ങൾക്ക് നോമ്പ് നിശ്ചയിക്കപ്പെട്ടു, നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറഞ്ഞത്. അപ്പം ഈമാനുള്ളവർക്കാണ് നോമ്പ്. അതുകൊണ്ടാണ് ഫുഖഹാക്കൾ നോമ്പിൻ്റെ ഷർത്തുകൾ പറയുമ്പോൾ ആദ്യം അൽ ഇസ്ലാം, പിന്നെ അൽ അഖൽ, പിന്നെ അൽ ബുലൂഗ്, പിന്നെ അൽ ഖുദ്റത്തു അല സിയാം, അസാലിമു മിനൽ മവാനിയ, ഇങ്ങനെയൊക്കെ ഷർത്തുകൾ പറയാം. ഒന്നാമത്തെ ഷർത്ത് ഇസ്ലാം. മുസ്ലിമിനാണ് നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയത്. അവിടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈമാൻ, ഇസ്ലാം പര്യായ പദങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന് പറഞ്ഞപ്പോൾ വ്യക്തമാണ് മുഅ്മിനീങ്ങളെ വിളിച്ചാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത്, നിശ്ചയിച്ചത് എന്ന കാര്യം. പിന്നെ ഈമാനിന് വേണ്ടിയാണ് നോമ്പ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന്. അപ്പം മൻ സാമ റമദാന ഈമാനൻ, ഈമാനിന് വേണ്ടി റമദാനിൽ നോമ്പെടുത്താൽ, അവിടെ ഈമാനൻ എന്ന് പറഞ്ഞാൽ വ്യാകരണ പ്രകാരം അത് മഫ്ഊലാണ്, മഫ്ഊലുൻ ലി അജലിഹി എന്ന് പറയും. അപ്പോൾ ഈമാനിന് വേണ്ടി, ഈമാൻ ഉണ്ടാകാൻ വേണ്ടി, ഈമാൻ മാറ്റുകൂടുന്നതിന് വേണ്ടി, ഈമാൻ വർദ്ധിക്കുന്നതിന് വേണ്ടി, ഈമാൻ പോഷിക്കുന്നതിന് വേണ്ടി, അതിനാണ് നോമ്പ്. അതേപോലെ വഹ്തിസാബൻ, പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി, പ്രതിഫലേച്ഛ, അതിനു വേണ്ടി നോമ്പ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് എന്തുകൊണ്ട് ഈമാൻ നോമ്പിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ പ്രതിപാദ്യമായി എന്നുള്ളത്. വിശ്വാസം മേൽവിലാസമാക്കിയവർക്കാണ് നോമ്പ്. ഈമാനെ സംബന്ധിച്ചിടത്തോളം ഈമാൻ വർദ്ധിക്കും. ഈമാൻ വർദ്ധിക്കൽ എങ്ങനെയാണ്? ഈമാൻ വർദ്ധിക്കുവാനുള്ള അമലുകൾ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന എന്ന് പറയല്ലേ. ഖുർആൻ വചനങ്ങൾ പാരായണം ചെയ്യപ്പെട്ടാൽ ഈമാൻ അവർക്ക് വർദ്ധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈമാൻ വർദ്ധിക്കും.
ഈമാൻ വർദ്ധിക്കൽ എങ്ങനെയാണ്? വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് അതിൽ സ്വാധീനിക്കപ്പെട്ട് ആകൃഷ്ടരായി ആദർശമുള്ളവരായി നമ്മൾ പരിണമിക്കുമ്പോഴാണ് ഈമാൻ കൂടും. ഇതേപോലെ ഈമാൻ കൂടുന്ന പല കർമ്മങ്ങളും വിഷയങ്ങളും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ലിയസ്ദാദല്ലദീന ആമനൂ ഈമാന, അള്ളാഹ് പറഞ്ഞു ഈമാൻ ഉൾക്കൊണ്ടവർക്ക് ഈമാൻ ഏറുന്നതിന് വേണ്ടി, കൂടുന്നതിന് വേണ്ടി. അപ്പോൾ ഈമാൻ കൂടും. ഈമാൻ കൂടാൻ അതിൻ്റേതായ കർമ്മങ്ങൾ, അത് മനസ്സ വാച കർമ്മണ ഉള്ളത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈമാൻ കൂടും. അപ്പോൾ ഈ ഒരു വിഷയം, എന്തുകൊണ്ട് ഈമാൻ, അതാണ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ക്ലാസ്സിലെ നമ്മുടെയൊക്കെ ചിന്താ വിഷയം. ഇത് നമ്മൾ നന്നായി ആലോചിക്കേണ്ട ഒരു മസാല കൂടിയാണ്. കാരണം ഈമാൻ ഇല്ല എങ്കിൽ നോമ്പ് കൊണ്ട് കാര്യമല്ല, നിസ്കാരം കൊണ്ട് കാര്യമല്ല, ഒരു അമല് കൊണ്ടും കാര്യമല്ല. അതിൻ്റെ കുറേ ചരിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇന്ന് ഉദ്ധരിക്കാം. ചിലരൊക്കെ വ്രതാചരണത്തിൽ വിശ്രുതരാണ്. 50 കൊല്ലമായി ഞാൻ നോമ്പാണ്, 30 കൊല്ലമായി ഞാൻ നോമ്പാണ്, 15 കൊല്ലമായി ഞാൻ നോമ്പാണ്. പല പരസ്യങ്ങളും കാണാം സാമൂഹ്യ മാധ്യമങ്ങളിൽ. ചിലരുടെയൊക്കെ അഭിമാനം പറച്ചിൽ കാണാം. പക്ഷേ അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച ഈ നോമ്പാണോ, വ്രതാചരണമാണോ, അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതാണോ? അതിന് നോമ്പിന് പറയപ്പെട്ട പ്രതിഫലം, പുണ്യം അത് ലഭ്യമാകുമോ? ഒരിക്കലുമില്ല. നോമ്പ് കൊണ്ട് ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. വ്രതാചരണം, പല ഡോക്ടർമാരും പറയും നിങ്ങൾ നോമ്പെടുക്കണം എന്ന്. എന്തിന്? അത് പ്രഷർ നിയന്ത്രണ വിധേയമാകാൻ, ഷുഗർ നിയന്ത്രണ വിധേയമാകാൻ, മറ്റ് ചില രോഗങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാകാൻ ഒക്കെ നല്ല പരിപാടിയാണ് നോമ്പ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫജ്ർ മുതൽ അസ്തമയം വരെ പട്ടിണി കിടക്കുമ്പോൾ കിട്ടുമെങ്കിൽ അത് തിരസ്കരിക്കാവതല്ല, അത് ഇല്ല എന്ന് പറയില്ല. പക്ഷേ നോമ്പ് കൊണ്ടുള്ള പ്രതിഫലം കേവലം ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും മറ്റു ശാരീരിക അസ്വാസ്ഥ്യതകളുടെയും ഒന്നും ശമനമല്ല. അതതിൽ ഉദ്ദേശമല്ലായികയുമല്ല. അൽഹംദുലില്ലാഹ് അതിന് അതിൻ്റേതായ ഫലങ്ങളുണ്ട് ആരോഗ്യപരമായി. പക്ഷേ നോമ്പിൻ്റെ സാക്ഷാൽ ലക്ഷ്യം എന്താ? ആ ലക്ഷ്യസാഫല്യം അത് അള്ളാഹുവിൻ്റെ പ്രീതിയും പാരത്രിക വിജയവുമാണ്. അതിനെന്ത് വേണം? നോമ്പ് നിയമമാക്കിയ നാഥൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം സമ്മതിച്ച് അവനിൽ വിശ്വസിച്ച് അവന് വഴിപ്പെട്ട് അങ്ങനെ നോമ്പെടുക്കണം. അപ്പോഴാണ് നോമ്പ് ഫലവത്താവുക. പൂർണ്ണ അർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ മേൽവിലാസത്തിലാണ് കർമ്മങ്ങളുടെ സ്വീകാര്യത. വിശ്വാസികൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകളെ നിശ്ചയിച്ചിട്ടുള്ളത്, നിർബന്ധമാക്കിയിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളി വിശുദ്ധ ഖുർആനിൽ 89 തവണ ഇല്ലേ? ആ വിളിക്കപ്പുറം ഒന്നുകിൽ ഒരു കൽപ്പനയാണ്, അല്ലെങ്കിൽ വിരോധമാണ്. അപ്പോൾ വിശ്വാസിയായിട്ട് വേണം കർമാനുഷ്ഠികളാകാൻ എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മളുടെ ഈമാൻ അത് അള്ളാഹു പറഞ്ഞ രീതിയിൽ കൃത്യമായിരിക്കണം എന്നുള്ളതാണ്. അത് ഈ ഒരു ക്രമം അൽ അഹമ്മു ഫൽ അഹം എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആദ്യം, പിന്നെയാണ് അതിനെ തുടർന്ന് പ്രാധാന്യം പറയപ്പെട്ടത്. ആദ്യം വിശ്വാസം, പിന്നെ കർമ്മം. ഇങ്ങനെയാണ് മുൻഗണനാക്രമം. അത് ദീനിൽ
അടിസ്ഥാനമാണ്. ഇവിടെ ഈമാനുമായി ബന്ധപ്പെട്ടല്ല, പക്ഷെ ഞാൻ സന്ദർഭോചിതം ഒരു വിഷയം. ചില ആളുകൾ ഇശ നിസ്കരിക്കും, എന്നിട്ട് തറാവീഹിന് വെയിറ്റ് ചെയ്യും, തറാവീഹിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഇശ നിസ്കരിച്ചതിന് ശേഷമുള്ള റാത്തിബത്ത് 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് ചില ആളുകൾക്കില്ല. തറാവീഹ് നിസ്കാരമാണോ അതല്ല റവാത്തിബ് സുന്നത്താണോ ഏറ്റവും ശ്രേഷ്ഠം? തമ്മിൽ റവാത്തിബാണ് ഏറ്റവും ശ്രേഷ്ഠം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിത്യശീലമാക്കിയത് കാരണത്താലാണ് റവാത്തിബ് നിസ്കാരങ്ങൾക്ക് റവാത്തിബ് എന്ന പേര് തന്നെ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും റവാത്തിബ് സുന്നത്തുകൾ ഒഴിവാക്കുമായിരുന്നില്ല. സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത്, ദുഹറിന് മുമ്പ് 2, ദുഹറിന് ശേഷം 4, മഗ്രിബിക്ക് ശേഷം 2, ഇശയ്ക്ക് ശേഷം 2 ഇവകളാണ് റവാത്തിബ് സുന്നത്തുകൾ. അതിനെക്കുറിച്ചുള്ള പ്രയോഗം തന്നെ മൻ സാബറ അലാ സിൻതൈ അശ്റത റക്അ എന്നാണ്. ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ആരെങ്കിലും 12 റക്അത്ത് നിസ്കാരം അത് സാബറ എന്നാണ്, സാഹസത്തിൽ നിത്യമാക്കിയാൽ, ചില നിവേദനങ്ങളിൽ മൻ സല്ല എന്നാണ്, നിസ്കരിച്ചാൽ 12 റക്അത്ത് നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് ഒരു വീട് നൽകുമെന്നാണ്, വീട് നിർമ്മിക്കുമെന്നാണ് അതിൻ്റെ ബെനിഫിറ്റ്, പ്രതിഫലം. ഉമ്മു ഹബീബ റംല ബിദ്ദ അബി സുഫിയാൻ റളിയല്ലാഹു തആല അൻഹ പറയാണ്, മാ തറക്തുഹുന്ന മുൻദു സമീഅതുഹുന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ 12 റക്അത്ത് നിസ്കാരം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ട കാലം മുതൽ ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. ഉമ്മു ഹബീബ റംല റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത് അവരുടെ സഹോദരൻ അംബസ ഇബ്നു അബി സുഫിയാനാണ്. അംബസ എന്നവർ പറയാണ്, മാ തറക്തുഹുന്ന മുൻദു സമീഅതുഹുന്ന മിൻ ഉമ്മി ഹബീബത റളിയല്ലാഹു അൻഹ, ഉമ്മു ഹബീബയിൽ നിന്ന് ഈ ഹദീസ് കേട്ടതിൽ പിന്നെ ഞാൻ ഒരിക്കലും ഈ 12 റക്അത്ത് നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അംബസയിൽ നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന റാവി അംർ ബിൻ ഔസ് എന്നവരാണ്. അംർ ഇബ്നു ഔസ് അദ്ദേഹം പറയുകയാണ്, മാ തറക്തുഹുന്ന മുൻദു സമീഅതുഹുന്ന മിൻ അംബസ, അംബസയിൽ നിന്ന് ഇത് കേട്ടിട്ട് ഞാൻ ഒരിക്കലും ഈ 12 റക്അത്ത് നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അംർ ഇബ്നു ഔസിൽ നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന റാവി അന്നുഅ്മാൻ ബിൻ സാലിമാണ്. അന്നുഅ്മാൻ ബിൻ സാലിം പറയുകയാണ്, മാ തറക്തുഹുന്ന മുൻദു സമീഅതുഹുന്ന മിൻ അംർ ബിൻ ഔസ്, അംർ ബിൻ ഔസിൽ നിന്ന് ഇത് കേട്ടതിൽ പിന്നെ ഞാനും ഒരിക്കലും ഈ 12 റക്അത്ത് നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. ഏത് റവാത്തിബ് സുന്നത്തുകൾ 12 റക്അത്ത് നിസ്കാരം. ഞാനിത് ഉദ്ധരിച്ചത് എന്തിനാ? റവാത്തിബിൻ്റെ പ്രാധാന്യം പറയാനാണ്. പക്ഷെ പലരും തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല ഇശ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ തറാവീഹിന് വെയിറ്റ് ചെയ്യും. ഇശയ്ക്ക് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് അത് നിസ്കരിക്കാറില്ല. പല ആളുകളും ഇങ്ങനെ ഇമാമ് തറാവീഹിന് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. യഥാർത്ഥത്തിൽ എന്താ വേണ്ടത്? ഇശ നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ നമ്മൾ ഇശൻ്റെ 2 റക്അത്ത് റാത്തിബത്ത് നിസ്കരിക്കുക, പിന്നെ ഇമാമിനോടൊപ്പം തറാവീഹിൽ തുടരുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ ചിലർക്ക് റവാത്തിബിനേക്കാൾ പ്രാധാന്യം അവരുടെ ഈ പ്രവൃത്തി കണ്ടാൽ തറാവീഹിനാണ് എന്ന് തോന്നും. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ആളുകളുടെയൊക്കെ മനസ്സ് അൽഹംദുലില്ലാ ആ തറാവീഹിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു വിഷയം തന്നെയാണ്, കാര്യമാണ്. പക്ഷെ എന്നാലും ഈ ഒരു പ്രാധാന്യം ഈ റാത്തിബത്തിനുള്ളത് അത് അത്തരക്കാരുടെ ശ്രദ്ധയിൽ വരാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഉണർത്തുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ദീനിൽ, നമ്മുടെ ദീനിൽ ഈ ഒരു മുൻഗണനാക്രമം, അതിൻ്റെ വിഷയം, അതിനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം, സന്ദർഭോചിതമായിട്ട്. ഈമാൻ അതാണ് പരമപ്രധാനം, അടിസ്ഥാനം. അത് ശരിയാകണം, അത് കൃത്യമാകണം. അതില്ല എങ്കിൽ കർമ്മങ്ങളുടെയൊക്കെ പ്രതിഫലനം ഈ ഭൗതികതയിൽ ചില തിളക്കമായി,
ചില സ്വീകാര്യതയായി, പേരായി, പ്രശസ്തിയായി ഉണ്ടാകും. പക്ഷേ പരലോകത്ത് പരാജയപ്പെടും. പരലോകം പരാജിതമാകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് 2 വ്യക്തികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഒന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, മറ്റൊന്ന് ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നത് അവരുടെ കുടുംബത്തിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ അത്തൈമി എന്ന മഹാനെ കുറിച്ചാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നത് അവരുടെ കുടുംബത്തിൽപ്പെട്ട ഹിഷാം ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമിയെ കുറിച്ചാണ്. എന്താ വിഷയം? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബക്കാരനായിരുന്ന, ജാഹിലിയത്തിൽ മരണപ്പെട്ടു പോയ ആളാണ് അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ. ഒരു നന്മ മരമായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. എങ്ങനെ? ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ്, ഇന്ന അബ്ദല്ലാഹ് ഇബ്ന ജുദ്ആൻ കാന യസിലുർ റഹീം വയഖ്രി ദൈഫ് വയഫുക്കുൽ ആനി വയുഹ്സിനുൽ ജിവാർ ഫഹൽ യൻഫഉഹു ദാലിക്. ഇതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയം. അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ രക്തബന്ധം, കുടുംബബന്ധം ചാർത്തുന്ന, പാലിക്കുന്ന മനുഷ്യനായിരുന്നു. പിന്നെ വയഖ്രി ദൈഫ്, അതിഥികളെ സ്വീകരിക്കുന്ന വ്യക്തിയായിരുന്നു. വയഫുക്കുൽ ആനി, ക്ലേശങ്ങൾ, പ്രാരാബ്ദങ്ങൾ, പ്രയാസങ്ങൾ പേറുന്നവരെ സഹായിക്കുന്ന ആളായിരുന്നു. വയുഹ്സിനുൽ ജിവാർ, അയൽപക്ക ബന്ധം നല്ല നിലയിൽ, മാന്യമായി, നന്നായി കൊണ്ടു നടക്കുന്ന മനുഷ്യനായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ. ഫഹൽ യൻഫഉഹു ദാലിക്, അത് അദ്ദേഹത്തിന് ഉപകരിക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ചോദിച്ചപ്പോൾ, പരലോകത്ത് ഉപകരിക്കുന്ന വിഷയമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബി ഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ. ഒരു ദിവസം പോലും അദ്ദേഹം അല്ലാഹുവേ, റബ്ബേ, പരലോകത്ത് എൻ്റെ പാപങ്ങൾ പൊറുത്തു തരണമേ എന്ന് അള്ളാഹുവിനോട് ഒരു വിളി നടത്താത്ത വ്യക്തിയാണ് എന്നാണ് പറഞ്ഞത്. വിശ്വാസം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് റബ്ബിനെ വിളിച്ച് തേടാൻ അവസരം ഉണ്ടാകാതിരുന്നത്. ഉമ്മു സലമ ഹിന്ദ് ബിന്ത് അബി ഉമയ്യ റളിയല്ലാഹു തആല അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ, അവരുടെ കുടുംബത്തിലൊരു മഹാനെ കുറിച്ച് ചോദിക്കാൻ. എന്താ ചോദിക്കുന്നത്? ഇന്ന ഹിഷാം ഇബ്നുൽ മുഗീറത്തി, ഹിഷാം ഇബ്നുൽ മുഗീറ കാന യസിലുർ റഹീം, രക്തബന്ധം, കുടുംബബന്ധം ചാർത്തുന്നവനായിരുന്നു. ഈ കുടുംബബന്ധം ചാർത്തുന്ന വിഷയം പറയുന്നത് എന്തിനാ? എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കാന യസിലുർ റഹീം, അൻത തസിലുർ റഹീം എന്നൊക്കെ പറഞ്ഞ്, അന്ന് രക്തബന്ധങ്ങൾ തമ്മിൽ തല്ലുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന കാലമാണ്. ജ്യേഷ്ഠാഞ്ചന്മാരും ജ്യേഷ്ഠാഞ്ചന്മാരുടെ മക്കളും തമ്മിൽ കലഹം നടക്കുന്ന കാലമാണ്. രക്തബന്ധത്തിനൊരു വില ഉണ്ടായിരുന്നില്ല. അങ്ങനെ രക്തബന്ധം പുലർത്തുന്നവർ തുലവും കുറവായിരുന്നു ജാഹിലിയത്തിൽ. അതുകൊണ്ടാണ് ഇവരൊക്കെ പറയുന്നത്. ഇവിടെ മഹദി ഉമ്മു സലമ ഹിഷാം ഇബ്നുൽ മുഗീറയെ കുറിച്ച് പറയാണ്, കാന യസിലുർ റഹീം, രക്തബന്ധം ചേർത്തുന്ന ആളായിരുന്നു. വയഖ്രി ദൈഫ്, അതിഥികളെ സൽക്കരിക്കുന്നവനായിരുന്നു. വയഫുക്കുൽ ഉന, ജീവിത പ്രാരാബ്ദങ്ങൾ പേറുന്നവരെ ആശ്വസിപ്പിക്കുന്ന ആളായിരുന്നു. അവർക്ക് സഹായഹസ്തം നീട്ടുന്നവനായിരുന്നു. വയുത്ഇമു തആം, ആളുകൾക്ക് അന്നം നൽകി, അഗതികൾക്ക് അന്നം നൽകി അവരെ സംരക്ഷിക്കുന്നവനായിരുന്നു. ഉമ്മു സലമ പറയാണ്, ലൗ അദറക്കൽ ഇസ്ലാം ല അസ്ലം,
ഇസ്ലാം കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചേനെ. പക്ഷെ അദ്ദേഹം ഇസ്ലാമിന് മുമ്പ് മരിച്ചുപോയി. ഉമ്മു സലമ ചോദിക്കാണ്, ഫഹൽ ദാലിക നാഫിഉഹു, അത് ഹിശാം ഇബ്നുൽ മുഗീറക്ക് ഉപകരിക്കുമോ? ഇതാണ് ചോദ്യം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സലമയോട് പറഞ്ഞത്, കാന യുരീദു ദുനിയ വഹംദഹ വദിക്റഹ, കാന യഫ്അലു ദാലിക ലിദ്ദുനിയ വഹംദിഹ വദിക്രിഹ. അങ്ങനെയാണ് ഹദീസിലെ പ്രയോഗം. ഹിശാം ഇബ്നുൽ മുഗീറ ഇതൊക്കെ ചെയ്തത് ദുനിയാവിൽ പേരെടുക്കാനാണ്, ദുനിയാവിലെ പ്രശംസക്കാണ്. ലിദ്ദുന്യ വഹംദിഹ വദിക്രിഹ, അതിനു വേണ്ടിയാണ് അയാൾ ചെയ്തത്. പടച്ചോൻ്റെ അടുത്ത് പൊരുത്തം കിട്ടാൻ, കുരുത്തം കിട്ടാൻ, കൂലി കിട്ടാൻ, സ്വർഗം കിട്ടാൻ അല്ല, ദുനിയാവിൽ പേരെടുക്കാൻ, പ്രശസ്തി നേടാൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത് ദുനിയാവിൽ കിട്ടും, പടച്ചോനെ ഉദ്ദേശിച്ചിട്ടില്ല. ഇതാണ് ഉമ്മു സലമ റളിയല്ലാഹു തആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചതിൻ്റെ പൊരുൾ. ഈ ഉമ്മു സലമ ആരെക്കുറിച്ചായി ചോദിക്കുന്നത്? ഹിശാം ഇബ്നുൽ മുഗീറ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഹദീസിൻ്റെ ഒരു നിവേദനത്തിൽ കാണാം, കബീറ ഖുറൈശ്, ഇന്ന ഹിശാം ഇബ്നുൽ മുഗീറത്തി കബീറ ഖുറൈശിൻ വവാലിദ അബീ ജഹലിൻ എന്നാണ്. ഖുറൈശികളിലെ പ്രമുഖനാണ്. വാലിദ അബീ ജഹൽ, അബൂജഹലിൻ്റെ വാപ്പയാണ്. അബൂജഹലിൻ്റെ ഉപ്പനെ കുറിച്ചാണ് പറയുന്നത്. അബൂജഹൽ ആരാ? അബൂജഹൽ അംർ ബിൻ ഹിശാമാണ്. അബൂജഹലിൻ്റെ പേര് അംറാണ്. അംറിൻ്റെ വാപ്പ ഹിശാം, ഹിശാം ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി. അപ്പോൾ അബൂജഹലിൻ്റെ ഉപ്പ ഹിശാം ഇബ്നുൽ മുഗീറയെ കുറിച്ചാണ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നത്. ഉമ്മു സലമയും അബൂജഹലും തമ്മിലുള്ള ബന്ധം എന്താ? അബൂജഹലിൻ്റെ വാപ്പ ഹിശാം ഇബ്നുൽ മുഗീറ, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ഉപ്പ ഹുദൈഫ ഇബ്നുൽ മുഗീറ. അപ്പോൾ ഹുദൈഫ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ, അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹിയുടെ വാപ്പ ഹിശാം. ഇവർ രണ്ടാളും സഹോദരങ്ങളാണ്, സഹോദരങ്ങളുടെ മക്കളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഉമ്മു സലമ ഹിന്ദ് ബിൻത് അബി ഉമയ്യയും, അതേപോലെ ഹിന്ദ് ബിൻത് അബി ഉമയ്യ, അബു ഉമയ്യൻ്റെ പേരാണ് ഹുദൈഫ. പിന്നെ അംർ ബിൻ ഹിശാം ഇബ്നുൽ മുഗീറ. ഈ അംർ ബിൻ ഹിശാമിനെ കുറിച്ചാണ് പറയുന്നത്, നല്ല മനുഷ്യനായിരുന്നു, അഗതികൾക്ക് നൽകിയിരുന്നു, അശരണർക്ക് ആശ്രിതനായിരുന്നു, രക്തബന്ധം വിളക്കിയിരുന്നു, അതിഥികൾക്ക് സൽക്കാരം നൽകിയിരുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷേ മകൻ അംർ അബൂജഹൽ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായി, ബദ്ധവൈരിയായി. അല്ലാഹുൽ മുസ്തആൻ. ആ കുടുംബത്തിൽ ഈ അംർ അബൂജഹൽ മാത്രമാണ് ഇത്ര ദുഷ്ടതയിൽ ഇസ്ലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർദ്ധിച്ചത്. എന്നാൽ ഈ അബൂജഹലിൻ്റെ മക്കൾ ഇക്രിമ ഇബ്നു അബി ജഹൽ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ മർഹബൻ ബിൽ മുഹാജിരി റാക്കിബ് എന്ന് പറഞ്ഞ് സ്വീകരിച്ച ചരിത്രം നമ്മൾ വായിക്കും. അബൂജഹലിൻ്റെ പെൺമക്കൾ ജമീല, ഹൻഫ, സഹ്റ, ജുവൈരിയ തുടങ്ങിയുള്ളവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു. അബൂജഹലിൻ്റെ എല്ലാ പെൺമക്കളും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇക്രിമ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശത്രുത നിമിത്തം, അസൂയ നിമിത്തം ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായി, ബദ്ധവൈരിയായി, ഫിർഔൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിർഔൻ എന്ന് വിശേഷിക്കപ്പെട്ട് പതിതനായി. ഈ അംർ ബിൻ ഹിശാം അബൂജഹലിൻ്റെ വാപ്പയെക്കുറിച്ചാണ് ഉമ്മി സലമ ചോദിക്കുന്നത്. ഈ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഹൽ ദാലിക നാഫിഉഹു, അദ്ദേഹത്തിൻ്റെ ആ നല്ല പ്രവൃത്തികളൊക്കെ അദ്ദേഹത്തിന് ഉപകരിക്കുമോ എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിച്ചത് നമ്മൾ പ്രത്യേകം വായിക്കണം. അള്ളാഹ്ക്ക് വേണ്ടിയല്ല ചെയ്തത്, അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിട്ടല്ല ചെയ്തത്. പിന്നെയോ
കാന യഫ്അലു ദാലിക ലിദ്ദുന്യ കാന യുഅതി ദാലിക ലിദ്ദുന്യ. സാധുക്കൾക്ക് നൽകി, യതീമുകൾക്ക് നൽകി, അതേപോലെ അതിഥികൾക്ക് നൽകി. ഇതൊക്കെ ചെയ്തത് ശരിയാണ്, പക്ഷെ ദുനിയാവിന് വേണ്ടി. ലിദിക്രിഹ വഹംദിഹ, ഇവിടെ പേര് കിട്ടണം, ഇവിടെ പ്രശസ്തി വേണം, വാഴ്ത്തപ്പെടണം, അതിനാണ് നൽകിയത്. അതുകൊണ്ട് അതിവിടെ കിട്ടും, അതാണല്ലോ, അതിവിടെ കിട്ടും. കണ്ടില്ല, നമ്മൾ ഇന്നും 1400 വർഷങ്ങൾക്കപ്പുറം അറേബ്യൻ ഉപദ്വീപിൻ്റെ ആ മരിപ്പറമ്പിൽ ജീവിച്ച ഹിശാം ഇബ്നുൽ മുഗീറ വലിയ ആളാണെന്ന് നമ്മളിവിടെ പറയുന്നത്. അയാൾ നന്മമരമായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു എന്ന് നമ്മൾ പറയുന്നത്. ദുനിയാവിൽ ഈ ഒരു പേരിന് വേണ്ടിയാണ് ചെയ്തത്. അതുകൊണ്ട് അത് അള്ളാഹു ഇവിടെ കൊടുക്കും. പക്ഷെ അള്ളാഹനെ ഉദ്ദേശിച്ച് വിശ്വസിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് നിയ്യത്താക്കിയിട്ട് നന്മ ചെയ്താൽ, നന്മമരമായാൽ, നല്ല മനുഷ്യനായാൽ ഇവിടെയും കിട്ടും, അവിടെയും കിട്ടും. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത പ്രതിഫലം അതതിൻ്റെ പൂർണ്ണ അളവിൽ നാഥൻ കനിയും. എന്തു വേണം? അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായി, ഈമാനുള്ളവരായി അള്ളാഹു പറഞ്ഞത് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ഇവിടെ നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയം. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ എന്ന് വിളിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് നോമ്പ് നിയമമാക്കപ്പെട്ടിരിക്കുന്നു, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. വിശ്വാസത്തിൽ, ഈമാനിൽ പുഴുക്കുത്തുള്ളവരായി, ഈമാനിൽ സംശയാലുക്കളായി, ഈമാനിൽ കളങ്കമുള്ളവരായി, ഈമാനിൽ കാപട്യമുള്ളവരായി കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പടച്ചറബിങ്കൽ സ്വീകാര്യയോഗ്യമാവുകയോ അള്ളാഹു നിശ്ചയിച്ച പ്രതിഫലത്തിന് ഒത്തതും തരപ്പെട്ടതും ആവുകയോ ഇല്ല എന്നുള്ളതാണ്. അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹു, അദി ഇബ്നു ഹാത്തിം മുത്തായി തിരുസവിധത്തിൽ വരുന്നുണ്ട്. വാപ്പ ഹാത്തിം മുത്തായിയെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് തിരുസവിധത്തിൽ. ഇന്ന അബി കാന യസിലുർ റഹീം യഫ്അൽ വയഫ്അൽ എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം വരുന്നത്. എൻ്റെ വാപ്പ, അദ്ദേഹം രക്തബന്ധം ചേർത്തിരുന്നു, വലിയ നന്മകൾ പ്രവർത്തിച്ചിരുന്നു. ഫഹല്ലഹു ഫീ ദാലിക മിൻ അജ്രിൻ, എൻ്റെ വാപ്പാക്ക് അതിന് കൂലി കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, താങ്കളുടെ വാപ്പ അത് ചെയ്തിരുന്നത് കാന യഫ്അലു ദാലിക ലിദ്ദുന്യ ഫഖദ് അസാബഹ എന്നാണ്. ദുനിയാവിൽ പേരെടുക്കാനാണ് അത് ചെയ്തത്, അത് വാപ്പാക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലേ, ഇന്ന് അറബികളുടെ വിഷയത്തിൽ അറബികളിൽ ഏറ്റവും ഔദാര്യവാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ ഔദാര്യവാൻ ഹാത്തിം മുത്തായി എന്നാണ് ഉത്തരം. ഹാത്തിം മുത്തായി, ഈ അദി റളിയല്ലാഹുവിൻ്റെ വാപ്പ ഹാത്തിം മുത്തായി, ഏറ്റവും വലിയ ഔദാര്യക്കടൽ, ഔദാര്യവാൻ. ഈ പേരിന് വേണ്ടിയായിരുന്നു ചെയ്തത്. ഈ പേര് അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്തു. ഇനി അള്ളാഹിൻ്റെ അടുത്ത് അവൻ നിശ്ചയിച്ച സ്വർഗവും കൂലിയും അത് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടി പണിയെടുത്തവർക്കാണ് അത് കൊടുക്കാം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായി അള്ളാഹു വാഗ്ദാനം ചെയ്തത് ലക്ഷ്യമാക്കി ചെയ്യുന്നവർക്കാണ് അള്ളാഹു അത് നൽകുക. അള്ളാഹുവിനെ ലക്ഷ്യമാക്കാത്തവർ, അള്ളാഹുവിനെ വിശ്വസിക്കാത്തവർ, യഥാവിധം അള്ളാഹുവിൽ യഖീനും ഈമാനും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിൽ നിന്ന് അത് വേണം എന്ന് ജൽപ്പിക്കുന്നു, വാദിക്കുന്നുവെങ്കിൽ അതിലെന്ത് ന്യായം, എന്ത് കാര്യം? അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പരമപ്രധാനമായ വിഷയം, നോമ്പ് നിയമമാക്കിയത് അള്ളാഹുവാണ്. ആ അള്ളാഹുവെ യഥാവിധം
വിശ്വസിച്ച് അംഗീകരിച്ച് സത്യപ്പെടുത്തി വിശ്വാസം സാക്ഷാത്കൃതമാക്കിയിട്ടാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്. അപ്പോഴാണ് നോമ്പുകാരന് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയ ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു ലഹു റയ്യാൻ ലാ യദ്ഖുലു മിൻഹു ഇല്ല സ്സായിമൂൻ. സ്വർഗത്തിനൊരു കവാടം, അതിന് റയ്യാൻ എന്ന് പറയപ്പെടും. അതിലൂടെ നോമ്പുകാർ മാത്രമാണ് പ്രവേശിക്കുക. വമൻ ദഖല ശരിബ് വമൻ ശരിബ ലം യദ്മ ബഅദഹു അബദ എന്നാണ്. അതിൽ പ്രവേശിച്ചവന് പാനജലം നൽകപ്പെടും. ആ പാനജലം ലഭിച്ചവൻ പിന്നെ ഒരിക്കലും ദാഹത്തിന് വിധേയനാവുകയില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോമ്പിൻ്റെ ഇത്തരം പാരത്രിക പ്രതിഫലങ്ങൾ അതൊക്കെ നേടാൻ അള്ളാഹു പറഞ്ഞ രീതിയിൽ നമ്മൾ നോമ്പെടുക്കണം എന്നുള്ളതാണ് വിശ്വാസം. അതാണ് അടിസ്ഥാനം. വിശ്വാസത്തിൽ കളങ്കമില്ലാതെ, കാപട്യമില്ലാതെ, കലർപ്പില്ലാതെ നമ്മൾ നമ്മുടെ ഈമാനിനെ യഥാവിധമാക്കി നമ്മൾ ജീവിക്കുക. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജുമൊക്കെ അങ്ങനെ നമ്മൾ അനുഷ്ഠിക്കുക. ആ സൂക്ഷ്മത, കൃത്യത ഇത് നമുക്കുണ്ടാവുക എന്നാണ് ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മളിൽ ജോലിയില്ലാത്തവർക്ക് അള്ളാഹു ഹലാലായ ജോലിയെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ കടമുള്ളവരുടെ കടങ്ങളെ അള്ളാഹു വീട്ടി നൽകുമാറാവട്ടെ. രോഗമുള്ളവർക്ക് അള്ളാഹു ശിഫ കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മളുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് കൺകുളിർമ നാഥൻ കനിയുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമയേറ്റി നമ്മുടെ ഉമ്മവാപ്പന്മാരെ അള്ളാഹു ഇരു ലോകത്തും ആദരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മാതാപിതാക്കളിൽ രോഗം കൊണ്ട് വലയുന്നവർക്ക് ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ട് മൺമറഞ്ഞവരോട് നാഥൻ പൊറുക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ആശ്വാസം അള്ളാഹു അവരിൽ കനിയുമാറാവട്ടെ. നമ്മെയും അവരെയും അള്ളാഹു ഈ ദുനിയാവിൽ മാതാപിതാക്കളും മക്കളുമായി കണ്ണി ചേർത്തു. സ്വർഗത്തിലും അവരോടൊത്ത് കണ്ണി ചേരാൻ അവരെയും നമ്മളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിം ഉമ്മത്തിൻ്റെ മക്കളിൽ പലരും പലവിധ പ്രയാസങ്ങളിൽ പൊറുതിമുട്ടുന്നവരാണ്. അള്ളാഹു ആ പ്രയാസങ്ങളെ അവരെ തൊട്ട് ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ആശ്വാസവും അഭയവും അള്ളാഹു അവരിൽ കനിയുമാറാവട്ടെ. അള്ളാഹു അവരുടെ നഗ്നത മറക്കുമാറാവട്ടെ. അവരുടെ പട്ടിണിക്ക് പരിഹാരം കാണുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഭീതി പോക്കി നിർഭയത്വത്തിൻ്റെ നാളുകൾ അവർക്ക് സമ്മാനിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.